നമസ്കാരം. ശബരിമല കൊള്ളക്കേസിൽ പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ കണ്ടെടുത്തു എന്ന് വാർത്തകൾ പുറത്തു വരുമ്പോൾ ആ രേഖകൾക്കുള്ളിൽ എന്തായിരുന്നു എന്ന ആകാംക്ഷ പൊതുജനത്തിനുണ്ട്. മനുഷ്യന്റെ കണ്ണ് മറയ്ക്കാൻ കഴിയും, ദൈവത്തിനെ മറച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന വാക്കുകളെ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മറച്ചു വെച്ചിരുന്ന എല്ലാ തെളിവുകളും പുറത്തേക്ക് വന്ന് സംസാരിക്കുമ്പോൾ കുടുങ്ങുന്നത് കടകംപള്ളിയും പിണറായിയും അടക്കം കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലെ ഓരോ പ്രമാണിയും അധികാരിയുമാണെന്നതാണ് കേരള സമൂഹത്തെ പിടിച്ചുലയ്ക്കുന്ന മറ്റൊരു സംഭവം. പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് വെറും കടലാസു കഷ്ണങ്ങളല്ല. വ്യക്തമായി ശബരിമല കൊള്ളക്കേസിൽ ആരൊക്കെ പ്രതികളായിരുന്നു എന്ന്, ആരൊക്കെ മൗന അനുവാദം നൽകിയെന്ന്, അതിന്റെ പങ്ക് ആരൊക്കെ പറ്റിയെന്ന് കണക്കുകൾ നിരത്തി എഴുതി വെച്ചിട്ടുണ്ടെന്നാണെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോലും കേരളത്തിൽ ഒരു സർക്കാർ ഉണ്ടാകില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പാളി കേസിൽ SITയുടെ ഏറ്റവും പുതിയ നീക്കം മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ A. പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ പിടിച്ചെടുത്തതോടെ തുടങ്ങിക്കഴിഞ്ഞു. ഇത് അന്വേഷണത്തിന്റെ സ്വഭാവത്തിലും ലക്ഷ്യത്തിലും വലിയ മാറ്റം സൂചിപ്പിക്കുന്നു. ഈ കേസിന് തുടക്കം മുതൽ ഒട്ടേറെ രാഷ്ട്രീയ താല്പര്യങ്ങളും സ്വാധീന ശ്രമങ്ങളും ഉണ്ടെന്ന ആരോപണം നിലനിന്നുവെങ്കിലും ഇപ്പോഴത്തെ ഈ രേഖകളുടെ പിടിച്ചെടുപ്പ് അന്വേഷണം മുൻനിര CPM സർക്കാരിന്റെ പരിധിയിലേക്ക് അടുക്കുകയാണെന്ന സംശയം കൂടുതൽ ശക്തമാക്കുകയാണ്. രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ഗന്ധം സ്വർണ്ണപ്പാളി കേസിൽ ആകെ പടരുമ്പോൾ ചീഞ്ഞു നാറി തുടങ്ങിയിട്ടുണ്ട് ഇടതുപക്ഷ മന്ത്രിസഭ. സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റിക്കൊണ്ട് പോയതിന്റെ അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിലും മാധ്യമങ്ങളിലും ഒരു ചോദ്യം ഉയർന്നു. ഇത്ര വലിയ ധനകാര്യ ക്രമക്കേടുകൾ നടക്കുമ്പോൾ ദേവസ്വം വകുപ്പിന്റെ മന്ത്രിമാരും സർക്കാരും ഒന്നും അറിയാതെ ഇരിക്കുമോ? പിന്നെന്തിനാണ് ആ കസേരയിൽ സർക്കാർ ഞെളിഞ്ഞിരിക്കുന്നത്? ഇതൊരു സാധാരണ വാർത്തയല്ല. ദേവസ്വം തിരഞ്ഞെടുപ്പുകളും നിയമനങ്ങളും മുഴുവൻ സർക്കാരിന്റെ ആധികാരിക നിയന്ത്രണത്തിലുള്ള വകുപ്പാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പേര് ആവർത്തിച്ചുയർന്നു വരുന്നത് വെറുതെ അല്ല. സർക്കാരും മന്ത്രിയും ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമെന്നാണ് പൊതുജനം പറയുന്നത്. സർക്കാരിന്റെ നിലപാട് എല്ലാം പുറത്തുള്ളവർ ചെയ്തതാണ്, സർക്കാരിന് ഇതിൽ മനസ്സാ വാച യാതൊരു അറിവുമില്ല എന്നതാണ്. ഇപ്പോൾ വരെ പൊതുപ്രതികരണങ്ങളിൽ നിന്ന് മുങ്ങി നടക്കുമ്പോഴും സർക്കാരിന്റെ സന്ദേശം ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. കുറ്റക്കാരെ കണ്ടെത്തുന്നത് SITയുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ പൊതുജനം ചോദിക്കുന്നത് ന്യായമായതും ലളിതവുമായ ചോദ്യമാണ്. ദേവസ്വം ബോർഡിന്റെ പരമാധികാരവും ഉത്തരവാദിത്വവും കൈവശം വച്ചിരുന്ന സർക്കാരിന് ഈ ദീർഘകാല ക്രമക്കേട് അറിയാൻ കഴിയാതെ പോയത് എങ്ങനെ? യാഥാർത്ഥ്യം ജനങ്ങൾക്ക് അറിവുള്ളതാണ്. ശബരിമല ഒരു സാധാരണ ക്ഷേത്രമല്ല. കേരളത്തിലെ ഏറ്റവും ശക്തമായി നിയന്ത്രിക്കപ്പെടുന്ന, സംരക്ഷിക്കപ്പെടേണ്ട മേഖലയാണ്. അവിടെ ഒരു വൻ കൊള്ളയുണ്ടാകുമ്പോൾ ഉത്തരവാദിത്വം ഒരാൾക്ക് ചുമത്തി ഒഴിഞ്ഞു മാറാൻ ഒരു സർക്കാരിനും കഴിയില്ല. A. പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് ക്ഷേത്ര നടത്തിപ്പുമായും കൈമാറ്റങ്ങളുമായും ബന്ധപ്പെട്ട നിരവധി രേഖകൾ, കരാർ പത്രങ്ങൾ, ഇടപാട് രേഖകൾ, ഫണ്ടിന്റെ വിവരങ്ങൾ എന്നിവയാണെന്നതാണ് റിപ്പോർട്ട്. ഇത് സർക്കാരിന്റെ അറിവോടെയല്ല കുറ്റങ്ങൾ നടന്നതെന്ന സർക്കാരിന്റെ വാദത്തെ തകർത്ത് തരിപ്പണമാക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഏറ്റവും നിർണായകമായ കാര്യം, പത്മകുമാർ ഒരിക്കലും ഏകാധിപത്യാധികാരം ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ള വെളിപ്പെടുത്തലുകളും രേഖകളുമാണ്. ഏതൊരു തീരുമാനം പോലും മന്ത്രാലയത്തിന്റെയും സർക്കാരിന്റെയും അറിവിലൂടെയാണ് നടന്നിരുന്നതെന്നതാണ് പുറത്തുവരുന്ന മൊഴികളും രേഖകളും ഒക്കെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വാദങ്ങളൊക്കെ പൊളിയുമെന്നതാണ് വാസ്തവം. പിണറായി സർക്കാരിന്റെ മൗനം, അതാണ് വീണ്ടും സംശയങ്ങൾ കൂട്ടുന്നത്. സാധാരണ മാധ്യമങ്ങൾ ചോദ്യമുയർത്തുമ്പോൾ തൽക്ഷണം കാര്യങ്ങൾ നിയമപ്രകാരം പോകട്ടെ, സർക്കാരിന്റെ കൈകൾ ശുദ്ധമാണ്, ആരെയും സംരക്ഷിക്കില്ല എന്ന് പ്രതികരിക്കാൻ പിണറായി വിജയൻ മടിക്കാറില്ല. പക്ഷെ ഈ കേസിൽ അത്ഭുതകരമായ ഒരു നിശബ്ദത മുഖ്യധാരയിൽ നിന്നാണ് കാണുന്നത്. അതുതന്നെ പൊതുജനങ്ങളുടെ സംശയം 10 മടങ്ങ് ബലപ്പെടുത്തുന്നു. സർക്കാരിന്റെ ഉത്തരവാദിത്വക്കുറവ് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? ഉണ്ട് എന്നാണ് ഉത്തരം. SIT ഇപ്പോൾ ശരിയായ പാതയിലാണെന്ന് കരുതാനാകുന്ന ഒരു ഘട്ടമാണ്. പക്ഷെ ജനങ്ങളുടെ ഭയം ഇതാണ്. അന്വേഷണത്തിന്റെ ദിശ മുൻ സെക്രട്ടേറിയറ്റിലേക്കും മുൻ മന്ദിരങ്ങളിലേക്കും മന്ത്രിമാരിലേക്കും ജനപ്രതിനിധികളിലേക്കും ഒക്കെ എത്തുമ്പോഴാണ് പല അന്വേഷണങ്ങളും കേരളത്തിൽ തന്നെ നിശബ്ദമായി അവസാനിച്ചത്. ഈ കേസും അതേ വഴിയിലായാൽ ആത്മീയ സ്ഥലങ്ങളുടെ വിശ്വാസവും സമ്പത്തും രാഷ്ട്രീയ ലോബിയുടെയും അഴിമതിയുടെയും വലയിൽ പെടുന്നതിന്റെ മറ്റൊരു ഉദാഹരണമായിരിക്കും ശബരിമല കേസ്. പ്രജകളുടെ വിശ്വാസവും ഭക്തിയും കാത്തു സൂക്ഷിക്കാൻ ഒരു സർക്കാർ പരാജയപ്പെടുന്നെങ്കിൽ അത് ജനങ്ങളോട് മാത്രമല്ല, കേരളത്തിന്റെ മൂല്യങ്ങളോടുള്ള വഞ്ചന കൂടിയാണ്. ശബരിമലയിലെ സ്വർണം അതൊരു വ്യക്തിയുടെയോ പാർട്ടിയുടെയോ സ്വത്തല്ല.
ഇടതു നേതാക്കന്മാർക്കും പത്മകുമാറിനും ഉൾപ്പെടെ കുടുംബ സ്വത്തായോ സ്ത്രീധനമായോ കിട്ടിയതുമല്ല. ഭക്തിയുടെ സമ്പത്തും കേരളത്തിന്റെ ആത്മീയതയുടെ പാരമ്പര്യവുമാണത്. അന്വേഷണം കൂടുതൽ ശക്തമാകട്ടെ, സത്യം പുറത്തു വരട്ടെ. അതാണ് ജനങ്ങളുടെ അഭ്യർത്ഥനയും പ്രാർത്ഥനയും. ശബരിമലയിലെ വിശ്വാസത്തെ ആരാണ് വഞ്ചിച്ചതെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം കേരളത്തിന് പുറത്തുള്ള ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക്, നിയമസംഹിതയിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് ആവശ്യമുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച